നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ കാണിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു ചെറിയൊരു വീഡിയോ ദൃശ്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കഥാപാത്രം രാഹുൽ ഗാന്ധിയാണ്. ഈ വീഡിയോ ദൃശ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്ന ദൃശ്യമാണ്. വിമാനത്താവളമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്കാണെന്ന് തോന്നുന്നു. ആദ്യം വി.ഡി. സതീശൻ ഷാളിട്ട് കൊടുക്കുന്നു, പിന്നീട് രമേശ് ചെന്നിത്തലയുണ്ട്, അതിനുശേഷം ഹസനാണ്, പിന്നീട് ഷാഫി പറമ്പിലുണ്ട്. ഷാഫി പറമ്പിൽ കുറച്ച് ഷോയൊക്കെ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്, കൈകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടു പേരിൽ നിന്നും ഷാൾ സ്വീകരിക്കുന്നില്ല, കൈകൊണ്ട് മാത്രമാണ് സ്വീകരിക്കുന്നത്. കഴുത്തിലിടാൻ സമ്മതിക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്ന് കാണാം. ആ രണ്ടുപേര് മാത്രമല്ല, പിന്നെയും കുറച്ച് ആളുകളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഷാൾ സ്വീകരിക്കുന്നുണ്ട് എന്ന്. ഇനി ആ ദൃശ്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത്, എനിക്ക് മനസ്സിലായ കാര്യം, കോൺഗ്രസ്സുകാരാണ്, എന്നാലും മുസ്ലിം നാമധാരികളായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം നേതാക്കളായിട്ടുള്ളവരിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഈ ഷാൾ സ്വീകരിക്കാതിരുന്നത്. വി.ഡി. സതീശൻ കൊടുത്തു, അദ്ദേഹം കഴുത്ത് കെട്ടി തന്നെ സ്വീകരിച്ചു. രമേശ് ചെന്നിത്തലയും കൊടുത്തു. എന്നാൽ ഹസൻ്റെ കയ്യിൽ നിന്ന് കൈകൊണ്ട് വാങ്ങുകയാണ് ചെയ്തത്. ഷാഫി പറമ്പിലിൻ്റെ കയ്യിൽ നിന്നും അവർക്കൊന്നും ചെറിയ ജാള്യതയുണ്ട്, പക്ഷേ അതൊക്കെ മറച്ചു വെക്കുന്നു. പിന്നീട് മുസ്ലിം സ്ത്രീ പോലും ഇപ്പുറത്ത് ഇപ്പുണ്ട്, അവിടെ നിന്ന് പോലും വാങ്ങുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ആളുകളിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടും നെറുകേടല്ലേ ഈ രാഹുൽ ഗാന്ധി കാണിച്ചത്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വടക്കേ ഇന്ത്യയിൽ തോറ്റു തുന്നം പാടും എന്ന് ഉറപ്പായപ്പോൾ, ഇത്തവണയല്ല കഴിഞ്ഞ തവണ ഉറപ്പായപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് വന്ന് നിന്നതാണ് കഴിഞ്ഞ തവണ, അതായത് 2019. അന്ന് വയനാട്ടിൽ വന്ന് നിന്നപ്പോൾ ലീഗുകാരൊക്കെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ കൊടിയും മറ്റുമൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ അത് വടക്കേ ഇന്ത്യയിൽ വലിയ തിരിച്ചടിയായി. അവിടെ പാകിസ്ഥാൻ്റെ കൊടിയാണ് ഉയർത്തിയത് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും അവിടെ നിന്ന് 10-12 സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇത്തവണ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ റാലിയിലേക്ക് ഈ ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞു. ലീഗിൻ്റെ കൊടിയായിട്ട് മാത്രം വേണ്ട, കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടിയുടെയും ഒന്നും ഒരു കൊടിയും, അവർ UDF എന്ന് പറയുന്നത് സഖ്യകക്ഷിയാണല്ലോ, ഒരു കൊടിയും വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് റാലി നടത്തിയത്. അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്വന്തം പാർട്ടി, അതായത് കോൺഗ്രസിൽ തന്നെ ഉള്ള മുസ്ലിം നാമധാരികളുടെ കയ്യിൽ നിന്ന് പോലും ഷാൾ വാങ്ങാത്ത ഒരു രാഹുൽ ഗാന്ധി നെറുകേടല്ലേ കാണിച്ചു വെച്ചത്? അദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇവിടെ വരണമായിരുന്നു, വയനാട്ടിൽ വരണമായിരുന്നു, മത്സരിക്കണമായിരുന്നു. 4 ലക്ഷം ആദ്യം ഭൂരിപക്ഷം കിട്ടി, അതിനോടടുത്തുള്ള ഭൂരിപക്ഷം ഇത്തവണയും കിട്ടി, അതിനൊക്കെ വേണമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പണി കാണിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി മുസ്ലിം ലീഗുകാരുടെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങാതിരുന്നതെങ്കിലും പറയാമായിരുന്നു, അത് ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്, ഞാനത് വാങ്ങിയില്ല എന്ന് വേണം പറയാമാകുന്നു. പക്ഷേ ഇത് സ്വന്തം പാർട്ടി, ഒരു പാർട്ടിയിൽ തന്നെയുള്ള നേതാക്കളോട് 2 തരം സമീപനം വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഇവിടെയുള്ള ചാനലുകൾ ആരെങ്കിലും കാണിച്ചിരുന്നോ, ഇതിനെപ്പറ്റി എന്തെങ്കിലും അവർ പറഞ്ഞിരുന്നോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം പറയില്ല. കാരണം രാഹുൽ ഗാന്ധിയാണ്. വോട്ടിന് വേണ്ടി ചെയ്ത അഭ്യാസമാണിത്. വോട്ടിന് വേണ്ടി അതിനു മുമ്പെല്ലാം വലിയ പ്രീണനം മറ്റുമൊക്കെ നടത്തി. പക്ഷേ അത് BJP അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രചരിപ്പിക്കുമോ ഇല്ലയോ എന്നതൊന്നുമല്ല. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ പോലും ഈ വേർതിരിവ് കാണിച്ചിരിക്കുന്നു. ഉറപ്പിച്ച് പറയാൻ പറ്റും, നരേന്ദ്രമോദി ഒരു മുസ്ലിം നാമധാരി നരേന്ദ്രമോദിക്ക് ഇതുപോലെ ഷാൾ കൊടുത്താൽ അദ്ദേഹം അത് നിരസിക്കത്തൊന്നുമില്ല. അദ്ദേഹം ആളുടെ ജാതിയോ മതമോ ഒന്നും അന്വേഷിക്കാനും പോകുന്നില്ല. ഒരു പൂവോ അല്ലെങ്കിൽ ബൊക്കയോ ഒക്കെ കൊടുത്താൽ ആളുടെ ജാതി എന്താണെന്ന് നോക്കില്ല, മതം എന്താണെന്ന് നോക്കില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന അക്ഷതം എല്ലാവർക്കും കൊടുത്തിരുന്നു. ആ കൂട്ടത്തിൽ അവിടെ നിന്ന മമ്മൂട്ടിക്കും കൊടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹം വേർതിരിവൊന്നും കാണിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്ര കൃത്യമായിട്ടുള്ള നഗ്നമായിട്ടുള്ള വേർതിരിവ് കാണിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് കൂടി ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ഓർക്കുക. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ ദൃശ്യം കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, മുസ്ലിം നാമധാരികളിൽ നിന്ന് മാത്രം അദ്ദേഹം ആ ഷാൾ കഴുത്തിൽ സ്വീകരിക്കുന്നില്ല. അവരുടെ കൈ കൊണ്ട് മാത്രമാണ് വാങ്ങുന്നത്. അവർ കഴുത്തിലിടാൻ തയ്യാറായിരുന്നു, എന്നിട്ടും രാഹുൽ ഗാന്ധി അത് വാങ്ങിയില്ല എന്ന് കാണുമ്പോഴാണ് എത്രമാത്രം കണ്ണിങ് ആണ് ഈ വ്യക്തി രാഷ്ട്രീയത്തിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. തൻ്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ തനിക്കോ ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന അങ്ങേയറ്റത്തെ തല്ലാത്തരികട പരിപാടിയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.